ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂലേക്ക് സാർ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു തമിഴ് മൂവിയാണ്. 2024 തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു പോർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അപ്പോൾ അത് OTT വന്നപ്പോഴാണ് ചിത്രം കാണാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഡയറക്ഷൻ ബിജോയ് നമ്പേരാണ് ഇതിനെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് നോക്കിയ അരുൺദാസ്, കാളിദാസ്, ജയറാം തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഇതിൽ ലൊക്കേഷൻ പിന്നെ പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയിലെ ക്യാമ്പസ് രാഷ്ട്രീയവും സൗഹൃദവും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പോറിനെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞു പോയ രണ്ട് സുഹൃത്തുക്കൾ വീണ്ടും കണ്ടുമുട്ടുന്നു ഒരേ കോളേജിൽ വെച്ചിട്ട്. ഒരാൾ സീനിയറും ഒരാൾ ജൂനിയറായിട്ട്. അപ്പോൾ അന്ന് കുറച്ച് ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മനസ്സിൽ വെച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കോളേജ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ക്യാമ്പസ് രാഷ്ട്രീയം അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രണയം, ഇമോഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. സൗഹൃദമായിട്ടും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതാണ് പോർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ എങ്ങനെയാണ് നടക്കുക, യുദ്ധം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതൊരു പരിധി വരെയും വിജയിച്ച് പരിധിക്ക് അപ്പുറത്തും കൈവിട്ട് പോയ അവസ്ഥയായിരുന്നു എനിക്ക് തോന്നി. കാരണം വ്യത്യസ്തമായിട്ടൊന്നും പുതുമുഖ കാര്യങ്ങളൊന്നും തന്നെ പോർ എന്ന് പറഞ്ഞ മൂവി ഉണ്ടാകുന്നില്ല. ഡയറക്ഷൻ ഒക്കെ തന്നെയായിരുന്നു. തിരക്കഥയിലെ കുറച്ച് ബാധകൾ മാറ്റി നിർത്തിയാൽ ഒരു പക്ഷേ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു മൂവി തന്നെയാണ് പോർന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, പുതിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നും നമ്മൾ തമിഴ് ഇൻഡസ്ട്രി ആണെങ്കിലും ഫിലിം ഇൻഡസ്ട്രി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പഴയ കഥയൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. തിയേറ്ററിലൊരു പരാജയം തന്നെയായിരുന്നു. പ്രണയത്തിൻ്റെ കാര്യത്തിൽ നോക്കി വെച്ചാൽ കാളിദാസ് ജയറാമിൻ്റെ കുറച്ച് ബോഡി ഷോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആക്ഷൻ സീൻസൊക്കെ അത് കൊള്ളാമായിരുന്നു. അതുപോലെ പാട്ടുകളും അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതുപോലെ BGM കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ അവസാന ഭാഗത്തുമ്പോൾ കുറച്ച് മലയാളം പാട്ടൊക്കെ കുത്തിക്കിയിട്ട് അതൊക്കെ ചളമാക്കി കുളമാക്കി കൊണ്ട ഒരവസ്ഥയായിരുന്നു പോർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതായത് തെറി വിളിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം ഈ തുടക്കത്തിലുണ്ടായ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഇതിന് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ രണ്ട് നായകന്മാരുടെയും ഇൻട്രോ ഒക്കെ ഗംഭീരമായി തന്നെ ചേരുന്നുണ്ട്. അവർക്ക് കൊടുത്തുള്ള BGM ആണെങ്കിലും സെറ്റായിരുന്നു. അതുപോലെ കുറച്ച് നായികമാരൊക്കെ ചിത്രത്തിൽ വരുന്നുണ്ട്. കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവരാണ് ക്യാമ്പസ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്ന വില്ലന്മാരാണെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വെറുതെ ഒരു ക്യാമ്പസ് രാഷ്ട്രീയമൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയൊരു കുഞ്ഞ് സിനിമ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതാണ് കുഞ്ഞിതാക്കിയത്. അപ്പോൾ എന്തായാലും പോറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കുക. Netflixൽ ചിത്രം ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാത്തിരിക്കുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.